വെൽക്കം ബാക്ക് ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. CUET UG റിസൾട്ടിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ച് CUETയിൽ മാർക്ക് കുറവാണ്, ഏകദേശം എല്ലാ സബ്ജക്റ്റിലും 100 മാർക്കിന് താഴെ, 250-ൽ 100 മാർക്കിന് താഴെ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ 3 കാറ്റഗറിയായി യൂണിവേഴ്സിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്താൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ഒരു ആവറേജ് മാർക്ക് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ, പിന്നെ നല്ല ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി, അതായത് എല്ലാവർക്കും അഡ്മിഷൻ, അതായത് നല്ല ഡ്രീം യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുമല്ലോ, NIRF റാങ്കിങ്സിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല റാങ്കിങ്സ് ഉള്ള നല്ല യൂണിവേഴ്സിറ്റികൾ, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം? നല്ലോണം മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കാം. ഞാൻ ആദ്യം പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി നല്ല മാർക്കുള്ളവരും അപ്ലൈ ചെയ്യണം, ആവറേജ് മാർക്കുള്ളവരും അപ്ലൈ ചെയ്യണം, എന്നാലോ നല്ല മാർക്ക് കുറവുള്ളവരും അപ്ലൈ ചെയ്യണം. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പല കോളേജുകളുടെയും ലാസ്റ്റ് തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോൾ നല്ലോണം കുറഞ്ഞു കാണാറുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത കോളേജിൽ കട്ട് ഓഫ് കുറഞ്ഞ് ലാസ്റ്റിലൊക്കെ ആയിട്ട് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഡൽഹി യൂണിവേഴ്സിറ്റി ഹയസ്റ്റ് മാർക്കുള്ളവരും അപ്ലൈ ചെയ്യണം, കുറച്ച് മാർക്ക് കുറഞ്ഞവരും എന്തായാലും വിട്ടു പോവാണ്ട് അപ്ലൈ ചെയ്യണം. പിന്നെ നല്ലോണം മാർക്ക് കുറഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് പറയാം. ഇത് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഞാൻ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം മലയാളീസ് എല്ലാം പഠിക്കുന്ന, എന്നാലും അക്കാദമിക്സ് ആണെങ്കിലും റാങ്കിങ്സ് ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. കേരളത്തിലെ സ്റ്റുഡൻസിന് ഈസിലി പോകാൻ പറ്റുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. ഒരുപാട് മലയാളീസ് പഠിക്കുന്ന, ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. അടുത്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ആണ്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് MA, ഇൻ്റഗ്രേറ്റഡ് MSc അങ്ങനെയുള്ള കോഴ്സുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിൽ മാർക്ക് കുറഞ്ഞവർ അഡ്മിഷൻ നോക്കുക. പിന്നെ ഉള്ളതാണ് IGNTU, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഒരു സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിരുന്ന അത്യാവശ്യം ഡിമാൻഡുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡിമാൻഡ് കുറഞ്ഞിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് IGNTU. ഇവിടെ നമ്മൾ സബ്ജക്ട് കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ പല കോഴ്സുകൾക്കും ഒരു ഡൊമൈൻ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ഡൊമൈൻ്റെ മാർക്ക് നോക്കിയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് കോഴ്സുകൾ IGNTUവിൽ അവൈലബിൾ ആണ്. അടുത്തതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നല്ലോണം പഴക്കമുള്ള അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ഇത് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ IGNTU പറഞ്ഞ പോലെ തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടൊക്കെ, മാർക്ക് മാത്രം കൺസിഡർ ചെയ്ത് സബ്ജക്ട് കോമ്പിനേഷനായി നമ്മൾ ഒരു ഡൊമൈന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ എലിജിബിലിറ്റി വരുന്ന ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്. ഇവിടെ വളരെ കുറച്ച് കോഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. PG കോഴ്സസ് ആണെങ്കിലും UG കോഴ്സസ് ആണെങ്കിലും വളരെ കുറച്ച് കോഴ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ മെയിൻ ആയിട്ടുള്ള കോഴ്സാണ് ഒന്ന് ഫിസിക്സ്, അതുപോലെ BCom. അപ്പോൾ ഫിസിക്സിനും BComനും നോക്കുന്നവരാണെങ്കിൽ നല്ല മാർക്ക് കുറവാണ്, എന്നാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, CUHP സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് HNB ഗർവാൾ യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരുപാട് വെറൈറ്റി കോഴ്സസ് അവൈലബിൾ ആണ്. BTech കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നുള്ളതാണ് നാഷണൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി. ഇത് തിരുപ്പതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. അടുത്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, അങ്ങനെയുള്ള കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷയിൽ കുറച്ച് കോഴ്സസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് സബ്ജക്ട്സിൻ്റെ ലിസ്റ്റ് നോക്കുക. പിന്നെ ജമ്മുവിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഉണ്ട്. അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീരിൽ കുറച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. അവരുടെ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ CUETയിൽ ഒരു സബ്ജക്റ്റ് മാത്രം അറ്റൻഡ് ചെയ്തവർക്കും, ഒരു സബ്ജക്റ്റ് മാത്രം അറ്റൻഡ് ചെയ്തവർക്കല്ല, ഒരു സബ്ജക്റ്റിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മാർക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പല കോഴ്സുകൾക്കും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ.
പിന്നെ വരുന്നതാണ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ഇവിടെ വളരെ കുറച്ച് കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് മിക്ക കോഴ്സുകൾക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാർക്ക് മാത്രം വെച്ച് അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ. ഇവിടെ ഒരുപാട് മലയാളീസൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് ബിലോ 100 മാർക്ക്, എല്ലാ സബ്ജക്റ്റിലും 100 മാർക്കിന് താഴെ സ്കോർ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അപ്ലൈ ചെയ്താൽ കിട്ടാൻ ഒരു പ്രോബബിലിറ്റി ഉള്ള കോളേജുകളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കിങ്സും ഫെസിലിറ്റീസും ഉള്ള കുറച്ച് മാർക്ക് കുറവാണ് എന്നാലും നല്ല മാർക്ക് ഇല്ലാത്തവർക്കും എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് കോളേജുകൾ പറയാം. ഒരു യൂണിവേഴ്സിറ്റിയാണ് നേഹു, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇവിടെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് മലയാളീസ് പഠിക്കുന്നുണ്ട്. ഒരുപാട് UG കോഴ്സുകൾ നേഹുവിൽ അവൈലബിൾ ആണ്. പിന്നെ ബാബാ സാഹേബ് ഭീംറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി, BBAU എന്ന് പറയും. ഇത് ഉത്തർപ്രദേശിലാണ്. ഇവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലും കർണാടകയിലും ഒരുപാട് UG കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇഫ്ലു നമുക്കറിയാം ഒരുപാട് ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള BA ലാംഗ്വേജ് പേപ്പറിലൊക്കെ BA ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ഇഫ്ലു ഉള്ളത് ഹൈദരാബാദിലാണ്. പിന്നെ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, മനു എന്ന് പറയും. ഇവിടെ ഉറുദു പഠിക്കൽ കമ്പൾസറി ആണ്. നമ്മൾ ഉറുദുവിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ +2 ഉറുദുവിൻ്റെ ഒരു പേപ്പർ പഠിക്കൽ കമ്പൾസറി ആണ്. അതുപോലെ CUET ഉറുദുവിൻ്റെ പേപ്പർ അറ്റൻഡ് ചെയ്യലും കമ്പൾസറി ആണ്. അപ്പോൾ ഉറുദു എഴുതിയിട്ടുള്ളവരാണെങ്കിൽ മനുവിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കോഴ്സസ് മനുവിൽ അവൈലബിൾ ആണ്. മനു ഉള്ളത് ഹൈദരാബാദിലാണ്. പിന്നെ അത്യാവശ്യം ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്യാവശ്യം റാങ്കിങ്സ് ആണെങ്കിലും നല്ല ഫെസിലിറ്റീസും ഉള്ള നല്ല മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്നാലും ഒരു ആവറേജ് മാർക്കുള്ളവർക്കും കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ്. അതിലൊന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ ഒരുപാട് UG കോഴ്സുകൾ അവൈലബിൾ ആണ്. BSc ആണെങ്കിലും BA ആണെങ്കിലും ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഒരുപാട് മലയാളീസ് ഒക്കെ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ പഠിക്കുന്നുണ്ട്. അടുത്തത് അലഹബാദ് യൂണിവേഴ്സിറ്റിയാണ്. അലഹബാദ് യൂണിവേഴ്സിറ്റി ഇതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അത്യാവശ്യം റാങ്കിങ്സും കാര്യങ്ങളും നല്ല ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്. പിന്നെ ഇനി പറയാൻ പോണ യൂണിവേഴ്സിറ്റീസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അത്യാവശ്യം ഡിമാൻഡുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതിലൊന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ റീസെൻ്റായിട്ട് ഒരുപാട് മലയാളീസ് UGയിലും PGയിലും പഠിക്കുന്നുണ്ട്. അത്യാവശ്യം കട്ട് ഓഫ്, കുറച്ച് മുമ്പൊക്കെ പഞ്ചാബിന് കട്ട് ഓഫ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കട്ട് ഓഫ് വരുന്ന, എന്നാലോ സയൻസിനൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളാണ്. അവിടുത്തെ BSc കോഴ്സുകളിലൊക്കെ ഒരുപാട് നല്ല ഫാക്കൽറ്റീസും നല്ല ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. അപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ, നല്ല മാർക്ക് ഇല്ലെങ്കിലും ഒരു 200 ഒരു 170 അടുത്ത മാർക്കുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്തായാലും അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ വരുന്നത് നമ്മുടെ കേരളത്തിലെ വൺ ആൻഡ് ഓൺലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഞാൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള റാങ്കിങ്സ് നോക്കുമ്പോൾ അത്ര നല്ല റാങ്കിങ്ങും കാര്യങ്ങളും NIRF റാങ്കിങ്സിലൊന്നും അത്ര നല്ല റാങ്കിങ്സ് ഒന്നും അല്ലാന്നുണ്ടെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കേരളത്തിലുള്ള മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട്. റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഒക്കെ വരാറുണ്ട്. നിങ്ങൾ കേരളത്തിൽ തന്നെ അടുത്ത് തന്നെ പഠിക്കണം, എന്നാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ എന്തായാലും അപ്ലൈ ചെയ്യാം. പിന്നെ വരുന്നതാണ് BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. BHUവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ല റാങ്കിങ് ഉള്ള NIRFൽ ഒരു 10ൻ്റെ ഉള്ളിലായിട്ട് റാങ്കിങ് ഉള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. പിന്നെ ഉള്ളത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, UOH, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. നല്ല യൂണിവേഴ്സിറ്റിയാണ്. CUETയിൽ നല്ല മാർക്കുള്ളവർ അപ്ലൈ ചെയ്താൽ എന്തായാലും കിട്ടാറുണ്ട്. പിന്നെ
HCUവിൽ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് MA കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇൻ്റഗ്രേറ്റഡ് MScക്കൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടാവാറുണ്ട്. നല്ല മാർക്കുള്ളവരാണ് നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അതും സൗത്തിലുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, HCUവിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളതാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നല്ല മാർക്കുള്ള സ്റ്റുഡൻസ് എല്ലാവരും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക. അത്യാവശ്യം ഡിമാൻഡും അത്യാവശ്യം കട്ട് ഓഫ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. എന്തായാലും നല്ല മാർക്കുള്ളവർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇനി കുറച്ച് മാർക്ക് കുറഞ്ഞവരാണെങ്കിലും ചില സമയങ്ങളിൽ ചില കൊല്ലം കുറച്ച് കട്ട് ഓഫ് കുറഞ്ഞ് കാണാറുണ്ട്, സ്പോട്ട് അഡ്മിഷനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരുവിധം മാർക്കുള്ളവരെല്ലാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്കിപ്പ് ചെയ്യാണ്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറയുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി എല്ലാവരും അപ്ലൈ ചെയ്യണം. മാർക്ക് കുറഞ്ഞവരാണെങ്കിലും അത്യാവശ്യം മാർക്കുള്ളവരാണെങ്കിലും എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. കാരണം പല കോഴ്സുകൾക്കും ഒരുപാട് കോളേജുകളിലായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. 90ഓളം കോളേജുകളിലായിട്ട് അത്രയധികം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഒരൊറ്റ പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇത്രയാണ് CUET ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് വരുന്നത്. ഇതിൽ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അവൈലബിൾ അല്ല. നമുക്കറിയാം CUET UGയുടെ മാർക്കിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ നേടാവുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, അങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റിലില്ലാത്ത ഒരുപാട് വേറെയും യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് റാങ്കിങ്സും അത്യാവശ്യം മലയാളീസ് എല്ലാം പഠിക്കുന്ന സേഫ് ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റികളുടെ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞ ലിസ്റ്റിലുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, CUET ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 4-5 യൂണിവേഴ്സിറ്റികൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക. 1-2 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടാണ്ട് വരരുത്. ഒരു മിനിമം 4 സെൻട്രൽ യൂണിവേഴ്സിറ്റികളെങ്കിലും CUET ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇത്രയാണ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ പറയാനുള്ളത്, CUET NCET 2027 എജുബ്ലിറ്റ്സിൻ്റെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും CUET NCET പ്രിപ്പറേഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എജുബ്ലിറ്റ്സ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്, നല്ലൊരു ഓപ്ഷനാണ്.